ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ മൊഴികൾ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശു കുളിച്ചു വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ വിട്ടുകൊടുത്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 30 നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ സ്വർഗീയ നാഥ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി നന്ദി. ക്രൂശിൽ അങ്ങ് പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിനും നന്ദി. അങ്ങയുടെ വാക്കുകൾ ധ്യാനിക്കുമ്പോൾ അവ ഞങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്നവയായി തീരുവാൻ കൃപയുണ്ടാകണമേ. ആ ഉൾപ്രേരണയിൽ ജീവിതം ക്രമീകരിക്കുവാനും നവീകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തന്റെ സാമ്രാജ്യത്തിന്റെ അതിർവരമ്പുകളെ വിസ്തൃതമാക്കുന്നതിനായി അയൽ രാജ്യങ്ങളെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി വിജയം കൈവരിച്ച് സന്തോഷത്തോടെ മടങ്ങി വരികയായിരുന്നു ജൂലിയസ് സീസർ. തന്റെ മടക്കയാത്രയിൽ പ്രകൃതി രമണീയവും കുന്നുകളാൽ നിബിഡവുമായ മനോഹരമായ ഒരു രാജ്യം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. പോന്തസ് എന്ന ഒരു ചെറു രാജ്യം. മനോഹരമായ ആ രാജ്യം സ്വന്തമാക്കുവാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ ആയിരുന്ന തന്റെ സൈന്യത്തോട് അദ്ദേഹം തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവർ വീണ്ടും ഒരു യുദ്ധത്തിന് കൂടി തയ്യാറെടുക്കുന്നു. യുദ്ധം തുടങ്ങി അധികം താമസിയാതെ തന്നെ ആ ചെറു രാജ്യം ജൂലിയസ് സീസറിന് കീഴ്പ്പെടുകയാണ്. വിജയശ്രീലാളിതനായി സ്വന്തം ദേശത്തിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നു. സ്വന്തം ദേശത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം തന്റെ വിജയഭേരി മുഴക്കിയതിങ്ങനെയാണ്: വിനി വിടി വിസി, വന്നു കണ്ടു കീഴടക്കി. എന്നാൽ ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഇന്നും സകല ലോകത്തിനും അധിപതിയായി ഭരിച്ചു വാഴുന്ന ലോകൈക രക്ഷകനായ യേശു കർത്താവ് തന്റെ വിജയഭേരി മുഴക്കിയത് ഒരേ ഒരു വാക്കുകൊണ്ടായിരുന്നു. ആ വിജയഭേരിയാണ് നിവൃത്തിയായി എന്ന ക്രൂശിലെ 6ാമത്തെ മൊഴി. യവന ഭാഷയിൽ ഇതിനെ ടെറ്റലസ്റ്റായി എന്ന് പറയുന്നു. അതിനർത്ഥം പൂർത്തീകരണം അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നിവൃത്തിയായി എന്നത് കേവലം ഒരു വെറും വാക്കല്ല, മറിച്ച് യേശു കർത്താവിന്റെ നിർവൃതിയുടെ വാക്കുകളായിരുന്നു അത്. ഇതിന് ആഴമായ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അവ ഹ്രസ്വമായി ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഒന്നാമതായി, നിയോഗ പൂർത്തീകരണത്തിന്റെ അടയാളമായി യേശു കർത്താവ് നിവൃത്തിയായി എന്ന് പറയുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും പ്രത്യേകമായ ഒരു നിയോഗത്തോടുകൂടി, ഒരു ദൗത്യത്തോടുകൂടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യോഹന്നാൻ സുവിശേഷം 4:34 യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്റെ നിയോഗത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യുന്നതത്രേ എന്റെ ആഹാരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നും തനിക്ക് ലഭിച്ചതായ നിയോഗത്തെ പൂർത്തീകരിച്ച സന്തോഷത്തിൽ, ആ നിർവൃതിയിൽ യേശു കർത്താവ് ഇവിടെ ക്രൂശിലൂടെ നിവൃത്തിയായി എന്ന് പറയുകയാണ്. രണ്ടാമതായി, യേശു കർത്താവ് മനുഷ്യ അവതാരം ഏറ്റെടുത്തത് മനുഷ്യരാശിയുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വചനം പഠിപ്പിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണം എന്നാണ്. അതേസമയം പാപപരിഹാര യാഗത്തിലൂടെ ജീവിതം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും എന്നും വചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ആത്മരക്ഷയ്ക്കായി ഒരു പുതിയ നിയമം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഒരു പുതിയ നിയമം സ്ഥാപിച്ച നിർവൃതിയിൽ, അതിന്റെ പൂർത്തീകരണ സന്തോഷത്തിൽ യേശു കർത്താവ് നിവൃത്തിയായി എന്ന് ക്രൂശിലൂടെ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ്. മൂന്നാമതായി, ദൈവത്തിന്റെ നേരിട്ടുള്ള ഒരു പ്രവചനം നമുക്ക് വേദപുസ്തകത്തിൽ ദർശിക്കുവാൻ സാധിക്കും. അത് മറ്റെങ്ങുമല്ല, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലാണ്. പിശാച് നിൽക്കുന്നുണ്ട്, സ്ത്രീ നിൽക്കുന്നുണ്ട്, യഹോവയായ ദൈവം നിൽക്കുന്നുണ്ട്. ഇവരോടായി
യഹോവയായ ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും, അവൻ നിന്റെ തല തകർക്കും. പിശാചിന്റെ തല മനുഷ്യപുത്രൻ തകർക്കും എന്നുള്ളതാണ് ഈ പ്രവചനത്തിന്റെ അർത്ഥം. യേശു കർത്താവിന്റെ ക്രൂശിനരികിൽ പടയാളികളും യഹൂദന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും, എന്തിന് യേശുവിന്റെ മാതാവായ മറിയയും മറ്റു സുഹൃത്തുക്കളും എല്ലാവരും യേശുവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് നിന്നിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു, മരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ്. എന്നാൽ ഇവരൊക്കെയും യേശു കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്ന അതേ അവസരത്തിൽ ക്രിസ്തുവിന്റെ പതനം കാണുന്നതിന് വേണ്ടി ക്രൂശിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, പിശാച്. പിശാച് പക്ഷേ അവിടെ സംഭവിക്കുന്നത് പിശാചിന്റെ തല ഞെരുങ്ങുകയാണ്. യേശു കർത്താവ് പിശാചിന്റെ തലയെ ഞെരുക്കുകയാണ്. ക്രൂശിലെ ഒന്നാമത്തെ മൊഴിയിലൂടെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ ആ പ്രവചനം ഇവിടെ അന്വർത്ഥമാവുകയാണ്. നിവൃത്തിയായി എന്ന ആ ഒരു മൊഴിയിലൂടെ പിശാചിനെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തന്റെ നിയോഗവും ദൈവത്തിന്റെ പ്രവചനവും പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നിവൃത്തിയായി എന്നത് ഒരു അവസാനമല്ല, അത് മറ്റൊന്നിന്റെ ആരംഭമാണ്. ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു ഫലം നിലത്തേക്ക് വീഴുന്നു. പഴുത്ത ആ ഫലം ക്രമേണ ജീർണിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നു. അത് ആ ഫലത്തിന്റെ അന്ത്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പുതിയ ജീവന്റെ നാമ്പുകൾ പൊട്ടി മുളയ്ക്കപ്പെടും. അതിലുള്ള വിത്തിലൂടെ ഒരു പുതിയ വൃക്ഷം ഉരുവാക്കപ്പെടുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ നിവൃത്തിയായി എന്ന വചനത്തിലൂടെ യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. അതൊരു പൂർത്തീകരണമല്ല, മറ്റൊന്നിന്റെ ആരംഭമാണ്. നിവൃത്തിയായി എന്ന് പറയുന്നത് ഒരു അവസാനമല്ല എന്ന് പറഞ്ഞല്ലോ. തിരുസഭയുടെ അടിസ്ഥാനം ഇടുന്ന പ്രക്രിയയായിരുന്നു അത്. കൂടാതെ ന്യായപ്രമാണത്തിന്റെ കാലം മാറി കൃപയുടെ ഒരു കാലത്തിലേക്ക് മനുഷ്യനെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു അവസ്ഥ, ആ ഒരു കാലത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കുവാൻ ദൈവം ഇന്ന് അവസരം നൽകുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആ കൃപയുടെ കരങ്ങളിൽ നമ്മുടെ കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ